ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും പിഗ്മെൻറ്റേഷനും ടാനും ഉണ്ടല്ലേ. പിഗ്മെൻറ്റേഷനും ടാനും പല രീതിയിൽ ഇതുണ്ടാകാം, പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പറ്റിയൊരു ഹോം റെമഡി, നല്ലൊരു ബെസ്റ്റ് റെമഡിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇന്ന് പറയുന്നത് ടാനെ കുറിച്ചാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബോഡിയിൽ ഫേസിന് അങ്ങ് കോൺസെൻട്രേഷൻ ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു പാട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം അല്ലേ. ഈ ടാനും പിഗ്മെൻറ്റേഷനും പല കാരണങ്ങളുണ്ട്. മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകാം. രോഗങ്ങളുടെ അവസ്ഥയിലുണ്ട്, രോഗങ്ങൾ കാരണം ഉണ്ടാകാം. പിന്നെ ഹോർമോൺ ബാലൻസിനെ കുറിച്ചുണ്ടാകാം. പിന്നെ ഈ ആർത്തവ വിരാമങ്ങളുടെ സമയത്തുണ്ടാകാം. പിന്നെ മെയിനായിട്ട് ഈ ചില അലർജീസ് ടെൻഡൻസി ഉള്ളവർക്ക്, പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് കൊള്ളുന്നവർ, പിന്നെ സൺ പ്രൊട്ടക്ഷൻ ഒരു ക്രീമോ ഒന്നും ഇടാത്തവർ, ഇവർക്കൊക്കെയാണ് നമ്മൾക്കിത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഞാൻ ഇന്ന് പറയുന്നത് നല്ലൊരു നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന പിഗ്മെൻറ്റേഷനും ടാനും മാറി നല്ല ഫേസ് നല്ല ബ്രൈറ്റ് ആകാനും നല്ല ഗ്ലോ തരാനും പറ്റിയൊരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അതിന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ഫേസ് പാക്ക്, പക്ഷെ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ആഴ്ചയിൽ 2 ദിവസം അല്ലെ 3, പറ്റുന്നവരാണെങ്കിൽ 3 ദിവസം ഇട്ടു ആഴ്ചയിൽ. ഫസ്റ്റായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് തന്നെ, റൈസ് ഫ്ലവർ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. നമ്മുടെ ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നു. റിമൂവ് ചെയ്തിട്ട് അത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റനിങ് തരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ അരിപ്പൊടിക്കകത്ത് അടങ്ങിയിട്ട് ഫെറോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സൺ ഡാമേജിൽ നിന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ സ്കിന്നൊന്ന് റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ വരും. മനസ്സിലായോ? രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് തക്കാളിയാണ്. ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സിയും ധാരാളം ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് നല്ല ബ്രൈറ്റ് ആകാനും ഡാർക്ക് സ്പോട്ട് മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും തക്കാളി ഒരുപാട് നമ്മളെ ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് തക്കാളിക്കകത്തൊരു എൻസൈം ഉണ്ട്, ലൈക്കോപ്പീൻ എന്ന് പറയുന്ന എൻസൈം ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നൊന്ന് നല്ല ബ്രൈറ്റ് ആകാനും ലൈറ്റനാകാനും ഈ ലൈക്കോപ്പീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മളെ സഹായിക്കും. മൂന്നാമതായിട്ട് വേണ്ടത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ആണെങ്കിൽ ഒരു ഫുള്ളൊരു എക്സ്ഫോളിയേറ്ററാണ് കോഫി പൗഡർ, അതായത് സ്ക്രബ് പോലെ. ഇതുകൊണ്ട് തന്നെ ചെയ്യും നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറ്റി നല്ലൊരു ബ്രൈറ്റൻ തരാനായിട്ട്, ലൈറ്റിനും ബ്രൈറ്റനും തരാനായിട്ട് ഇതിന് സാധിക്കും. കൂടാതെ നമ്മുടെ ഫേസിലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല ക്ലിയർ ആവുകയും ചെയ്യും. പിന്നെ ഈ കോഫി പൗഡറിൻ്റെ അകത്ത് കഫീൻ അടങ്ങിയിരിക്കുന്നത് കാരണം നമ്മുടെ കൊളാജിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അത് നമ്മുടെ സ്കിന്ന് യങ്ങായിട്ട് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ നാലാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് യോഗാട്ട് അല്ലെങ്കിൽ കേട്, തൈര് എന്നൊക്കെ പറയുന്നത്. ഈ തൈരിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡും ഫാറ്റി ആസിഡും ധാരാളമായിട്ടുള്ളത് കൊണ്ട് ഇതൊരു ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് നമുക്ക് പ്രവർത്തിക്കുകയും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തരാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും ഏറ്റവും, അതായത് ഇത് ബ്ലീച്ചിങ്, നമ്മളിപ്പം ഒരു സലൂണിൽ പോയാലും അവർ ബ്ലീച്ചിട്ടല്ലേ നമ്മളെ വെളുപ്പിക്കുന്നത്, ആദ്യം. അപ്പം അതേപോലെ ഒരു ബ്ലീച്ചിങ്, ഒരു നാച്ചുറൽ ബ്ലീച്ച് കൂടാണ് ഈ നമ്മുടെ യോഗാട്ട്. അതുപോലെ തന്നെ ഒരു ബ്ലീച്ചാണ് നമ്മുടെ തക്കാളി, അത് ബ്ലീച്ചിങ്ങിനെ ഉപയോഗിക്കാം. പിന്നെ പൊട്ടറ്റോ, ഇതൊക്കെ ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് ഉള്ളതാണ് ഇതിൻ്റെ അകത്ത്. ഏറ്റവും നല്ലൊരു പായ്ക്കാൻ്റെ കോമ്പിനേഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഒരാളെ കണ്ടുള്ളെങ്കിൽ ആ ആളേലും ഒന്ന് ഇട്ടിട്ട് അത്രയും റിസൾട്ട് വന്ന് താഴെ പറഞ്ഞിരിക്കണം കേട്ടോ. അത്രയും നല്ല ഗുണം കിട്ടുന്ന ഒരു പായ്ക്കാണ്. നമ്മൾ ഇത് ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ഇട്ടത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. നല്ലൊരു ഫേസ് പാക്കാണ് പിഗ്മെൻറ്റേഷൻ മാറാനും ടാൻ മാറാനായിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞത് തൈരിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡും ഫാറ്റി ആസിഡും ഉള്ളത് കൊണ്ട് നമുക്കൊരു ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സ്കിന്നൊന്ന് ഒരു വൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും ലൈറ്റനിങ്ങും കിട്ടും. കൂടാതെ നമ്മുടെ പിഗ്മെൻറ്റേഷനും ടാനൊക്കെ മാറാനായിട്ട്
ഏറ്റവും ബെറ്ററാണ്. മനസ്സിലായോ? ഈ കൂടാതെ തന്നെ തൈരും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ട് തൈരിനൊരു മോയ്സ്ചറൈസ് കണ്ടന്റും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയും നമുക്കിത് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം വേണ്ടിയത് റൈസ് ഫ്ലവറാണ്, അരിപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുക്കുമ്പോൾ തക്കാളിയുടെ ജ്യൂസ് അല്ലെങ്കിൽ പേസ്റ്റ് ഏതെങ്കിലും ഉപയോഗിക്കാം നിങ്ങളുടെ സൗകര്യാർത്ഥം. പേസ്റ്റ് 1 ടീസ്പൂൺ എടുക്കുക. മനസ്സിലായോ? മൂന്നാമത് 1 ടീസ്പൂൺ കോഫി പൗഡറും 1 ടീസ്പൂൺ കേടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ താഴെ തണുക്കാൻ വേണ്ടി വെക്കണം. നമ്മൾ ഏത് പായ്ക്കും തണുത്തതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. നമുക്ക് അതിൻ്റെ ഗുണം കൂടുതലേ കിട്ടുള്ളൂ. അഥവാ ഇനി തണുപ്പിക്കാൻ സമയമില്ലാത്തവർ ഫ്രിഡ്ജിൽ വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ ആ തണുത്ത വെള്ളം കൊണ്ടൊന്ന് മുഖം ഒന്ന് നമ്മൾ ഏകത്തിക്കാനും ഫേസ് ക്ലീനായ ഫേസിലേ നമ്മൾ ഈ പായ്ക്കെല്ലാം ഇടാവുള്ളൂ. അതറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് പറയാതെ. എപ്പോഴും ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസ് പായ്ക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഫേസ് പായ്ക്ക് ഇട്ടാലോ അതിനുശേഷം ഒരു തണുത്ത വെള്ളം കൊണ്ട്, അതായത് ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തവരുടെ കാര്യം ഞാൻ പറയുന്നത്, തണുത്ത വെള്ളം കൊണ്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. മനസ്സിലായോ? അപ്പം നമുക്ക് സ്കിന്നിലോട്ട് ഈ ക്രീമൊക്കെ പിടിക്കാനായിട്ടൊരു സൗകര്യം കൂടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ തക്കാളിയുടെ ജ്യൂസ് അല്ലെങ്കിൽ പേസ്റ്റ്, അതിൻ്റെ കൂടെ കോഫി പൗഡർ 1 ടീസ്പൂൺ മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തൈരും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പിഗ്മെൻറ്റേഷനും ടാനും പോകാനായിട്ട് ഈ ലാക്റ്റിക് ആസിഡിൻ്റെ അതേ ബ്ലീച്ചിങ് കണ്ടന്റ് ഉള്ളതാണ് ഈ തക്കാളിയും തൈരും. മനസ്സിലായോ? അത് ഏറ്റവും ബെസ്റ്റായൊരു സുപ്രധാന ഘടകമാണ്. പിന്നെ റൈസ് വാട്ടറിൻ്റെയും റൈസ് പൗഡറിൻ്റെയും ഗുണങ്ങൾ നമുക്കറിയാമല്ലോ, പറയാതെ തന്നെ. അത്രയും നല്ലൊരു ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പായ്ക്കാണിത്. എല്ലാവരും ഇതൊന്ന് ഇട്ട് നോക്കണേ പ്ലീസ്. ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മളൊരു 20 മിനിറ്റ് മസ്റ്റായിട്ടും ഫേസിലിടുക. ഫേസിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് ഇട്ടതിന് ശേഷം കഴുകിക്കളയാം. എന്നിട്ട് എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം അത് കഴുകിക്കളഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യണം. എപ്പോഴും ഈവനിങ്ങിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായിരിക്കും നമ്മുടെ ഫേസിലോട്ട് ഒന്നും കൂടെ നമുക്കത് ഇട്ടതിൻ്റെ ഉപകാരം അത് ഫലവത്താകണമെങ്കിൽ എപ്പോഴും ഈ വെയിലൊക്കെ നമ്മൾ പെരയ്ക്കകത്താണെങ്കിലും നമുക്ക് ചൂടുണ്ട്, നമ്മൾ എപ്പോഴും ഈവനിങ് ടൈമിൽ ഇട്ടാൽ മതി. പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ക്രീമുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ? ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ? എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തിയാലേ എൻ്റെ നെക്സ്റ്റ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഷെയർ ചെയ്യണം. ഓക്കെ? നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Okay, thank you.